പേർഷ്യൻ സാമ്രാജ്യത്തിലെ ദക്ഷിണ മെസോപ്പൊട്ടോമിയൻ പ്രദേശങ്ങളിൽ വംശീയ തനിമ പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ബാബിലോണിയൻ യഹൂദരിൽ നിന്ന് AD 345 അന്തർദേശീയ വണിഗുരനായ ക്നായി തൊമ്മയുടെ നേതൃത്വത്തിൽ 7 72 കുടുംബങ്ങളിൽപ്പെട്ട 400ഓളം ആളുകൾ കൊടുങ്ങല്ലൂരിലെത്തി. അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഈ സമൂഹത്തെ ഹാർദമായി സ്വീകരിക്കുകയും രാജകൊട്ടാരത്തിന് തെക്ക് ഭാഗത്തായി താമസിക്കാനാവശ്യമായ സ്ഥലം കരമൊഴിവായി സമ്മാനിക്കുകയും ചെയ്തു. ഇതൊരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു. ലക്ഷ്യം അജപാലകരുടെ അഭാവം മൂലം ശിഥിലമായി കൊണ്ടിരുന്ന കേരള സഭയെ ശക്തിപ്പെടുത്തുക. സെലൂഷ്യസ് ടെസിഫോൺ കേന്ദ്രമാക്കിയ സഭയുടെ തലവൻ കിഴക്കിന്റെ കാതോലിക്കോസ് നിർദ്ദേശിച്ചതനുസരിച്ച് ഉറഹ മാർ യൗസേപ്പ് മെത്രാന്റെ ആത്മീയ സംരക്ഷണത്തിൽ 4 വൈദികരോടും ഏതാനും ശമ്മാശന്മാരോടുമൊപ്പം ഇവിടെ എത്തിയ ഈ സഭാസമൂഹം വിശ്വാസദീപം പ്രോജ്വലിപ്പിച്ചു. തങ്ങളുടെ മാതൃസഭയിൽ നിലവിലിരുന്ന പൗരസ്ത്യ സൊറിയാനി ആരാധനാക്രമം ഇവർ ഇവിടെയും തുടർന്നു. കാലക്രമേണ ഈ ആരാധനാക്രമം കേരള സഭയും സ്വീകരിച്ചു. സഭയ്ക്ക് ശക്തി പകരുന്നതിൽ മാത്രമല്ല, രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും ഇവർ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ഇതിൽ സംപ്രീതനായ രാജാവ് ക്നായി തൊമ്മായ്ക്ക് കോജേരകോൻ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ഉന്നത ജാതീയർക്ക് മാത്രം അനുവദിച്ചിരുന്ന 72 പദവികൾ ഈ ജനതയ്ക്ക് കൽപ്പിച്ചു നൽകുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ തനതായ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നഷ്ടപ്പെടുത്താതെ ഈ കൊച്ചു സമൂഹം ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് വളർന്നു. ഇവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കനാനായക്കാർ എന്നറിയപ്പെടുന്ന തെക്കുംഭാഗർ. പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ വംശപരമ്പരയിൽ എസ്രാ നെഹമിയ പ്രവാചകരിലൂടെ ദൈവം വേർതിരിച്ച് ചേർത്ത് നിർത്തിയ ഈ സമൂഹം സാർവത്രിക സഭാ കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമായി എന്നും വർത്തിക്കുന്നു. ദൈവദാസൻ മാക്കീൽ പിതാവിന്റെ അശ്രാന്ത പരിശ്രമത്താൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തു വഴി 1911 ഓഗസ്റ്റ് 29 തെക്കും ഭാഗർക്ക് മാത്രമായി കോട്ടയം വികാരിയാത്ത് അനുവദിച്ചു. സാർവത്രിക സഭ നൽകിയ ഈ വലിയ അംഗീകാരത്തിന്റെ 100 വർഷങ്ങൾ അഭിമാനത്തോടെ പിന്നിടുമ്പോൾ ഇടറി വീഴുവാൻ ഇടവരുത്താതെ കരുതലോടെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഈ ജനത മനം നിറയെ കൃതജ്ഞതയുമായി കൂപ്പുകൈകളോടെ തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിൽ. കോട്ടയം അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നൊരുക്കമായി 2010 ജൂലൈ 14 ക്നാനായ കുടിയേറ്റ ഭൂമിയായ കൊടുങ്ങല്ലൂരിലെ ക്നായി തോമാ ഭവനിൽ നിന്നും കോട്ടയത്തേക്ക് നടത്തിയ ദീപശിഖ പ്രയാണം ക്നാനായ ചരിത്ര സ്മരണകളെ തൊട്ടുണർത്തുന്നതായിരുന്നു. കോട്ടയം അതിരൂപതയുടെ സഹായ മെത്രാനും ശതാബ്ദി കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവ് ദീപശിഖ പ്രയാണത്തിനെത്തിയവർക്ക് സ്വാഗതമരുളി. സഭ ഭാരതത്തിൽ വളർന്ന് വികസിച്ച മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത തീഷ്ണത മൂലമാണ്. അതേ തുടർന്ന് ഫ്രാൻസിസ് സേവ്യറിന്റെ ത്യാഗപൂർണമായ പ്രേക്ഷിത പ്രവർത്തനം ഇന്ത്യയിലെയും കേരളത്തിലെയും വിശ്വാസ തീഷ്ണതയ്ക്ക് ആക്കം കൂട്ടി. 1911 നാനായക്കാർക്ക് മാത്രമായിട്ട് ഒരു വികാരിയത്ത് സ്ഥാപിക്കപ്പെടുന്നു. അതിന്റെ 100 വർഷമാണ്, ശതാബ്ദിയാണ് 2011 പൂർത്തീകരിക്കപ്പെടുന്നത്. നാളെ കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ കുന്നശ്ശേരി പിതാവ് തിരുതെളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവന്യ പിതാവിനെ ഈ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം അതിരൂപതയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുവാൻ അത് ദീപശിഖ പ്രയാണം ആക്കി തീർത്തുകൊണ്ട്, ഒരു തീർത്ഥാടനമാക്കി തീർത്തുകൊണ്ട് ഈ വലിയ പ്രാധാന്യമുള്ള ഈ കർമ്മ പദ്ധതിക്ക് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. അനായ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രത്യേകമായ വിധത്തിൽ ചരിത്രത്തിന്റെ പ്രത്യേക കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഒരു ജനം, ചരിത്ര പ്രാധാന്യമർപ്പിക്കുന്ന കൊടുങ്ങല്ലൂർ മിസൂറിസ് പട്ടണം അന്ന് വ്യാപാര കേന്ദ്രമായിരുന്നതിനാൽ പല കപ്പലുകളുമൊക്കെ എപ്പോഴും പല അവസരങ്ങളിലായിട്ട് അന്ന് വന്നിരുന്ന ചരിത്രരേഖയാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ് റാലി കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് നെടുങ്ങാട്ടിന് ദീപശിഖ നൽകി ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റത്തെ അനുസ്മരിച്ച് പായ്ക്കപ്പൽ മോഡലിൽ തയ്യാറാക്കിയ വാഹനത്തിൽ ദീപശിഖ പ്രതിഷ്ഠിച്ചു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ദീപശിഖ പ്രയാണം ആദ്യമെത്തിയത് കാക്കനാട് പള്ളിയങ്കണത്തിലാണ്. ഓരോ സ്ഥലത്തും ഇടവകകളുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയിരുന്നു. അരയങ്കാവ് കുരിശുപള്ളി ജംഗ്ഷനിലെത്തിയപ്പോൾ തോട്ടറ, കരിപ്പാടം, വെള്ളൂർ എന്നീ ഇടവകകളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. പിറവം ടൗണിലെത്തിയ ദീപശിഖ പ്രയാണത്തിന് പിറവം, മാങ്കിടപ്പള്ളി, രാമമംഗലം ഇടവകക്കാർ ചേർന്ന് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. 600 മംഗലത്ത് ആവേശത്തോടെ പ്രയാണത്തെ എതിരേറ്റു. കടുത്തുരുത്തി ഫൊറോനയിലെ ദൈവാലയങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസികൾ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ രാജോചിതമായ സ്വീകരണമാണ് കടുത്തുരുത്തിയിൽ ഒരുക്കിയത്. കടുത്തുരുത്തി പള്ളിയങ്കണത്തിലെ ചരിത്രപ്രസിദ്ധമായ കൽക്കുരിശിൻ ചുവട്ടിൽ പ്രത്യേക പ്രാർത്ഥനയുമുണ്ടായിരുന്നു. തുടർന്ന് കുറുപ്പന്തറ, ഏറ്റുമാനൂർ, നീണ്ടൂർ, കൈപ്പുഴ, മള്ളുശ്ശേരി എന്നീ സ്ഥലങ്ങളിലൂടെ ദീപശിഖ കടന്നുപോയപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ക്നാനായ മക്കൾ പുരാതന പാട്ടുകൾ പാടിയും നടവിളിച്ചും ആവേശത്തോടെ ദീപശിഖയ്ക്ക് വരവേൽപ്പ് നൽകി. ദേവദാസൻ മാർ മാക്കീൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടക്കാട്ട് ഫൊറോന ദൈവാലയത്തിൽ രാത്രി 9:30 ദീപശിഖ പ്രതിഷ്ഠിച്ചു. 2011 ജൂലൈ 15 ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം അതിമെത്രാസന മന്ദിരത്തിൽ നിന്നും ക്രിസ്തുരാജ കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് തുടക്കമായി. 2 നിരകളിലായി അതിരൂപതയിലെ വൈദികർ. ഏറ്റവും പിറകിലായി മാർ ജോർജ് പള്ളിപ്പറമ്പിൽ, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവരോടൊത്ത് കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത. പ്രദക്ഷിണം കത്തീഡ്രലിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപശിഖ പ്രയാണം റാലി കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടക്കാട്ട് നിന്ന് കത്തീഡ്രൽ കവാടത്തിലെത്തി. പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ML ജോർജ് മറ്റത്തിക്കുന്നേൽ ദീപശിഖ സ്വീകരിച്ച് മദ്ബഹയിൽ അഭിവന്ധ്യ മാർ മാത്യു മൂലക്കാട്ടിന് കൈമാറി. തുടർന്ന് ദീപശിഖ പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു എളപ്പാനിക്കൽ ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിച്ചു. പരിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത അധ്യക്ഷനും ശതാബ്ദി കമ്മിറ്റി ചെയർമാനുമായ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജോർജ് പള്ളിപ്പറമ്പിൽ, മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ എന്നിവരും അതിരൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരായി. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ
അഭിവന്യ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ വചന സന്ദേശം നൽകി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യമുള്ള ഒരു മക്കളുടെ അതിരൂപത വിശ്വാസത്തിന്റെ തനിമയിലും ഒരുമയിലും നിറവിലും സുവിശേഷത്തെ ലോകത്തിന് കൊടുപ്പാൻ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ പൈതൃകം ഇതിനാധാരമായി ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ശതാബ്ദി ആഘോഷത്തിന്റെ വിഷയം 3 പദങ്ങളിൽ വ്യക്തമാക്കുന്നുവല്ലോ. ഒരുമയിലും തനിമയിലും വിശ്വാസ നിറവിലും ക്രിസ്തീയ ജീവിതം അത് സ്വീകരിക്കുന്നതും നിലനിൽക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഈ 3 പദങ്ങളിലൂടെയുള്ള ആത്മസമർപ്പണത്തിലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഈ അതിരൂപതയെ സംബന്ധിച്ച് ദൈവത്തിന്റെ അനന്തമായ പരിപാലന ബഹുവിധങ്ങളായ രംഗങ്ങളിൽ അതിശക്തമായ നിലയിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ക്രിസ്തീയ ജീവിതം ഒരു തീർത്ഥാടനം എന്ന് നമ്മെ 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയുണ്ടായല്ലോ. ജ്ഞാനായക്കാരുടെ ഒരടയാളം കപ്പലാണ്. പ്രേഷിത യാത്രയെ അനുസ്മരിപ്പിക്കുന്ന അടയാളം. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനുള്ള ഒരു തീർത്ഥാടക സമൂഹം ഇവിടെ എത്തി. അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് നാം എല്ലാവരും സന്തോഷത്തോടുകൂടി ഓർക്കും. കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചുകൊണ്ട് 1911 ഓഗസ്റ്റ് 21 പരിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച തിരുവെഴുത്തിലെ ഒരു വാചകം ശ്രദ്ധേയമാണ്. മലയാളത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഭക്തിയും അഭിവൃദ്ധിപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരുടെ ഇടയിൽ ഒരു പുതിയ മിസം സ്ഥാപിക്കേണ്ടതാണെന്ന് നാം തീരുമാനിക്കുന്നു. ദക്ഷിണ മെസപ്പൊട്ടോമിയയിൽ നിന്ന് മലങ്കരയിലേക്ക് ജ്ഞാനായ കുടിയേറ്റമുണ്ടായതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുക. മലങ്കരയിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഭക്തിയും സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം ഉറഹായിലെ മാർ യൗസേപ്പിന് അറിയിപ്പ് നൽകിയെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ കുടിയേറ്റം ഉണ്ടായത് എന്നും ദൈവികമായ ലക്ഷ്യം ഇവിടെ സുവ്യക്തം. ഈ സഭയുടെ ഈ സുവിശേഷ സമർപ്പണത്തിൽ നിങ്ങളോട് ചേർന്ന് ഞങ്ങളും സന്തോഷിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയാണ്. പരിശുദ്ധ കുർബാനയെ തുടർന്ന് ആയിരങ്ങളുടെ പ്രാർത്ഥനാ മഞ്ജരികൾക്കിടയിൽ കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത മാർ കുര്യാക്കോസ് കുന്നശ്ശേരി 100 തിരിയിട്ട നിലവിളക്കിൽ ദീപം തെളിയിച്ചതോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അനാരോഗ്യം മൂലം ചടങ്ങിന് എത്താൻ കഴിയാതിരുന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിലിന്റെ സന്ദേശം റവറന്റ് ഡോക്ടർ ആന്റണി കൊള്ളന്നൂർ വായിച്ചു. 1911 ഓഗസ്റ്റ് 29 തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടി സ്ഥാപിതമായ കോട്ടയം വികാരിയാത്ത് ഇന്ന് അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുമ്പോൾ നേരിട്ട് വന്ന് എനിക്കുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കോട്ടയം രൂപതയുമായും അവിടുത്തെ പിതാക്കന്മാരുമായും എനിക്കുള്ള വ്യക്തിപരമായ അടുപ്പവും രൂപതയുടെ അതിരൂപതയായുള്ള വളർച്ചയിലും ഇവിടുത്തെ പിതാക്കന്മാരുടെ നിയമനങ്ങളിലുമൊക്കെ എനിക്കുണ്ടായിരുന്ന പങ്കും കണക്കിലെടുക്കുമ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയിൽ നിങ്ങളുടെ സന്തോഷത്തിൽ നേരിട്ട് ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അതിനെന്നെ അനുവദിക്കുന്നില്ല.
എങ്കിലും ഈ വാക്കുകളിലൂടെ സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടേതുമായ ഈ ധന്യമുഹൂർത്തത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമൂഹത്തെ ആഗോള സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക് നൽകിയ ദൈവത്തിന് ആത്മാർത്ഥമായി നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. പുരോഗതിയുടെ 100 വർഷം പിന്നിടുന്ന കോട്ടയം അതിരൂപതയ്ക്ക് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ, സാമുദായിക പാരമ്പര്യങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ തനിമ തീർച്ചയായും സമുദായ അംഗങ്ങൾ തമ്മിലുള്ള ഒരുമയിലേക്ക് നയിക്കും. തനിമയും ഒരുമയും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണം. ശതാബ്ദിയുടെ ഈ വർഷം യേശുവിലുള്ള മഹത്തരമായ ഈ ഐക്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. കോട്ടയം അതിരൂപതയ്ക്കും അഭിമന്യ പിതാക്കന്മാർക്കും വൈദിക സമർപ്പിത അൽമായ സമൂഹങ്ങൾക്കും ഒരിക്കൽ കൂടി ശതാബ്ദിയുടെ മംഗളങ്ങൾ നേരുന്നു. ഐശ്വര്യപൂർണമായ ഭാവി സർവശക്തൻ നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. വർക്കി കാർഡിനൽ വിധേയത്തിൽ സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ഈ അതിരൂപതയുടെ ആരംഭകാലത്ത്, അല്ലെങ്കിൽ ഈ അതിരൂപത ജന്മം കൊള്ളുന്ന ആ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ടോളം ഒരുമിച്ച് കഴിഞ്ഞ അനുഭവങ്ങൾ പങ്കുവച്ച ആ കാലഘട്ടത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മനോഹരമായ പ്രചോദനാത്മകമായ ഓർമ്മയ്ക്ക് ധാരാളം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉള്ള ഒരു സമുദായമാണ് ക്നാനായ സമുദായം. ഒരു കുടിയേറ്റത്തിൽ ആരംഭിച്ച ഒരു പ്രയാണം, 4-ാം നൂറ്റാണ്ടിലെ ഒരു കുടിയേറ്റം, അത് വെറും ഒരു കുടിയേറ്റമായിരുന്നില്ല. സഭയുടെ വളർച്ചയിലെ നിർണായകമായ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ജ്ഞായിത്വമ്മിൻ്റെ നേതൃത്വത്തിൽ വൈദിക മേലധ്യക്ഷനും വൈദികരും മറ്റു വിശ്വാസികളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സഭാ കൂട്ടായ്മയാണ് ഇവിടേക്ക് കുടിയേറിയത്. യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ സമൂഹം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കപ്പെടുമ്പോൾ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ച ഒരു ചരിത്രമാണ് ഈ സമുദായത്തിനുള്ളത്. പൗരാണികാലം മുതൽ, സഭയുടെ ആരംഭം മുതൽ ഇവിടെ നിലവിലിരുന്ന മാർത്തോമ നസ്രാണി സമൂഹത്തിന് അതോടൊപ്പം പൗരാണികത്വമുള്ള ക്നാനായ കുടിയേറ്റത്തിലൂടെ വലിയ ഒരു ശക്തി സംവഹിക്കുവാൻ സാധിച്ചു. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയിൽ, അതിനെ ആവേശം പകരുന്നതിൽ, ശക്തി പകരുന്നതിൽ, പിന്തുണ നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ക്നാനായ സമൂഹം അത് ഇന്നും തുടരുകയാണ്. തനിമയിലും ഒരുമയിലും വിശ്വാസത്തിൻ്റെ നിറവിൽ. സ്വന്തം തനിമയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കുകയില്ല. സ്വന്തം തനിമയെക്കുറിച്ചുള്ള ആഴമായ അവബോധമാണ് ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത്. ആ ഒരു തനിമ അവബോധമാണ് ക്നാനായ സമൂഹത്തെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നിലനിൽക്കുവാനും മുന്നേറുവാനും ഇടയാക്കിയത്. അവരെ ഒന്നിപ്പിച്ച ആ വലിയ ശക്തി തീർച്ചയായിട്ടും
സഭയുടെ സമൂഹത്തിൻ്റെ ഈ തനിമയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ്. ഒരുപക്ഷെ ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നുവോ എന്ന് തോന്നുന്ന സ്വന്തം തനിമയെക്കുറിച്ചുള്ള അവബോധം. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സമുദായമാണ് ഗ്രാനായ സമുദായം. ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശ ഈ സമൂഹത്തിൽ തീർച്ചയായിട്ടും നിറയുന്ന ഒരു മുഹൂർത്തമാണിത്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാൻ, ശക്തിയാർജിക്കുവാൻ ഈ ജൂബിലി വേള തീർച്ചയായിട്ടും ഉപകരിക്കും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്നുള്ളത് അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രത്യാശയോടെ, ശക്തിയോടെ മുന്നേറുവാൻ കേരള സഭയെ, ഭാരതസഭയെ, പ്രത്യേകിച്ച് സഭയിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഉടമകളെന്ന് അവകാശപ്പെടാവുന്ന സുറിയാനി ക്രൈസ്തവ സമൂഹത്തിന് എന്തും ശക്തമായ പിന്തുണയായിരിക്കുവാൻ ഈ സമൂഹത്തിന് സാധിക്കട്ടെ. ആദിമസഭയുടെ വിശിഷ്ടമായ സവിശേഷതകൾ, പാരമ്പര്യങ്ങൾ ഏറെ ഉൾക്കൊണ്ട് ആഗോള സഭയെ തന്നെ സമ്പന്നമാക്കുവാൻ കരുത്തുള്ള സുറിയാനി പാരമ്പര്യത്തിലെ ഈ ഭാരത സഭയ്ക്ക് ജ്ഞാനായ ഈ അതിരൂപത തീർച്ചയായിട്ടും വലിയ ഒരു ശക്തി തന്നെയാണ്. വിജയപുരം രൂപത ബിഷപ്പ് അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ തെക്കേത്തെച്ചേരി. ആരാധനപരമായും മാനുഷ്യപരമായും സാമൂഹ്യപരമായും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് രൂപതകളാണ് കോട്ടയം അതിരൂപതയും വിജയപുരം രൂപതയും. നമ്മളുടെ ഈ മുദ്രാവാക്യം തനിമയും ഒരുമയും വിശ്വാസത്തിന്റെ നിറവും കത്തോലിക്ക സഭയുടെ മുദ്രാവാക്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കോട്ടയം രൂപയുടെ മാത്രം ഒരു തനിമയെന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു തനിമ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയുടെ തനിമയാണ്. അവിടുത്തെ ഒരുമയെന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന തായ്തണ്ടും ആ ശിഖരങ്ങളുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആ തായ്തണ്ടുമായിട്ട് ഒട്ടിച്ചേർന്നുകൊണ്ട് ആ തനിമയിലെ സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഒരു സഭ വളരുന്നത്. അപ്പോൾ ആ ഒരു തനിമയും ആ ഒരുമയെന്ന് പറയുന്ന ഒരുമിച്ചുള്ള ആ ഒരു ബന്ധം, ഒരു ഐക്യം, അത് ഈ ലോകത്തുള്ള മറ്റ് എല്ലാ സമൂഹങ്ങളും സഭാവിഭാഗങ്ങളും കോട്ടയം രൂപതയെ മാതൃകയായിട്ട് കാണണമെന്ന് ഞാനിവിടെ പറയാനായിട്ട് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ഈ ഒരു നൂറ്റാണ്ടില് കണ്ണിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുള്ള വളർച്ച ഈ സഭയ്ക്കുണ്ടായിട്ടുണ്ട്, ഈ അതിരൂപതയ്ക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കണ്ണു മുമ്പിൽ തന്നെ ഇവിടുത്തെ സഭാമക്കൾ വിശ്വാസത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും സാമൂഹ്യമായ മൂല്യങ്ങളിലും വ്യക്തമായി ശക്തമായി ഒരുമയോടെ വളരുന്നത് കാണുക എന്ന് പറയുന്നത് സഭയ്ക്കും മറ്റുള്ള സമൂഹത്തിനും വളരെയധികം നല്ല ദൃഷ്ടാന്തമായി, മാതൃകയായി സ്വീകരിക്കാവുന്നു. അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് ഫൊറോന വികാരിമാർക്ക് ജൂബിലി തിരി കത്തിച്ചു നൽകി. കോട്ടയം അതിരൂപതാംഗങ്ങളുടെ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കി ശതാബ്ദി കമ്മിറ്റി തയ്യാറാക്കിയ കർമ്മരേഖ ജനറൽ സെക്രട്ടറി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അഭിവന്യ മൂലക്കാട്ട് പിതാവിന് സമർപ്പിച്ചു. പിതാവ് കർമ്മരേഖയുടെ പ്രകാശനം ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ ജോയി മുപ്രാപ്പള്ളിക്ക് നൽകി നിർവഹിച്ചു. അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളിലും നൽകുന്നതിന് സമുദായ ബോധവൽക്കരണ കമ്മിറ്റി ചെയർമാനും കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രൽ വികാരിയുമായ ഫാദർ തോമസ് കരിമ്പും കാലായിൽ തയ്യാറാക്കിയ തനിമയിൽ ഒരു ജനത എന്ന സമുദായ ചരിത്ര പുസ്തകവും തനിമ എന്ന പുരാതന പാട്ടുകളുടെ സിഡിയും
വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ മെറിന് നൽകി അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് പ്രകാശനം ചെയ്തു. മുൻ മന്ത്രി കെ എം മാണി, ജോസ് കെ മാണി MP, റോഷി അഗസ്റ്റിൻ MLA, കെ സി ജോസഫ് MLA, VN വാസവൻ MLA, മോൻസ് ജോസഫ് MLA തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആചരണം ദൈവാനുഗ്രഹങ്ങളുടെ 100 വർഷങ്ങൾക്ക് നന്ദി പറയുവാനും ഒരു നവസൃഷ്ടിയായി തനിമയിലും ഒരുമയിലും വിശ്വാസ നിറവിലും നയിക്കുന്ന കർമ്മ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സഫലം ഈ 100 വർഷങ്ങൾക്ക് നല്ല ദൈവത്തിന് നാം ഒന്നു ചേർന്ന് കൃതജ്ഞതാ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. തനിമയിൽ ഒരുമയിൽ വിശ്വാസ നിറവിനായി ഈ ശതാബ്ദി വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്നുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കോട്ടയം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരിൽ പിതാവ് തെളിയിച്ച ശതാബ്ദി ദീപത്തിൽ നിന്ന് കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ